السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه الفائزين برضا الله. يا عباد الله اتقوا الله. وعن سهل بن سعيد رضي الله عنه أن رسول الله صلى الله عليه وسلم قال: لا يزال الناس بخير ما عجلوا الفطر. متفق عليه. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്ന് എന്നെയും നിങ്ങളെയും സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. പരിശുദ്ധ റമദാനിൻ്റെ ഒരു ദിനരാത്രം വളരെ കൃത്യമായി വിനിയോഗിക്കാൻ കഴിഞ്ഞ ആളുകളാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് അതിൻ്റെ കുറ്റമറ്റ എല്ലാവിധ ന്യൂനതകളിൽ നിന്നും മുക്തമായി കബൂലാകുന്ന ഒരു അമലായി സ്വീകരിച്ച് അർഹമായ പ്രതിഫലം ഇരു ലോകത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ഈ സമയത്തും സന്ദർഭത്തിലുമൊക്കെ ഒന്നിലധികം പള്ളികൾ ഒരേ സ്ഥലത്തുള്ളവരും സഹോദരിമാരും ഉമ്മമാരും ഭാര്യമാരും പെങ്ങന്മാരുമായ ആളുകൾ ശ്രദ്ധിക്കേണ്ടതുമായ ഒരു വസ്തുതയിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു ഹദീസാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി 1957 ഹദീസ് നമ്പറായിട്ടും ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി 1098 ഹദീസ് നമ്പറായും രേഖപ്പെടുത്തിയ ഒരു കാര്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു: ലിസ്വാഇമി, നോമ്പുകാരന് ഫർഹത്താനി, രണ്ട് സന്തോഷങ്ങളുണ്ട്. യഫ്റഹുമ, ആ രണ്ടിലും ആ മനുഷ്യൻ സന്തോഷിക്കും. ഒന്നാമത്തത് ഇദാ അഫ്തറ ഫരിഹ ലിഫിത്രി, ഒന്ന് ഫുത്തൂറിന്റെ സമയത്താണ്. നോമ്പ് മുറിക്കുമ്പോൾ, നോമ്പ് തുറക്കുമ്പോൾ പല രൂപത്തിലും പല നാടിനും ഭാഷക്കും അനുസരിച്ച് പല പേരും പറയും. നോമ്പ് തുറപ്പിക്കുക, നോമ്പ് പറപ്പിക്കുക, നോമ്പ് പറപ്പിക്കുക എന്നൊക്കെ പറയും. എന്തായിരുന്നാലും ആ നോമ്പ് തുറക്കുന്ന സമയത്തുള്ളത്. മറ്റൊന്ന് വൈദാ ലഖിയ റബ്ബഹു, റബ്ബിനെ കണ്ടുമുട്ടുമ്പോഴാണ്. ഞാനും നിങ്ങൾ ഇരുന്ന ഇരിപ്പിൽ ഇങ്ങനെ ആലോചിക്കുക, ഇതിലൊന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്, ഒന്ന് നമുക്ക് കിട്ടുമോ എന്നുള്ളതാണ്. ആ ചോദ്യം നമ്മുടെ മനസാക്ഷിയോട് ആവർത്തിച്ച് ചോദിക്കാൻ വേണ്ടിയാണ് അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നിങ്ങൾ നിർബന്ധമായിട്ടൊരു സുന്നത്ത് എന്ന നിലക്ക് ഖുർആനിലെ അൽ കഹ്ഫ് ഓതണം എന്ന് പറഞ്ഞത്. ആ അൽ കഹ്ഫിനെ ഓതിയണ്ട് അവസാനിപ്പിക്കുമ്പോൾ അള്ളാഹ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്: ഫമൻ കാന യർജു ലിഖാഅ റബ്ബിഹി, നിങ്ങളിൽ ആർക്കാണ് അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ താല്പര്യമുള്ളത്? ബാക്കി നിങ്ങൾ സൗകര്യം പോലെ അതിൻ്റെ ആയത്തുകളൊക്കെ മറിച്ച് നോക്കി വിശദീകരണങ്ങൾ കണ്ടെത്തുക. അതൊരു വല്ലാത്തൊരു സന്തോഷം. ഇതിൽ ഒന്നാമത്തെ സന്തോഷം അനുഭവിക്കുന്ന ഞാനും നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടുന്ന ഒന്ന്, സമയം ആയിട്ടുണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു സെക്കൻഡ് പോലും നോമ്പ് തുറക്കാൻ വൈകിപ്പിച്ചുകൂടാ എന്നുള്ളതാണ്. രണ്ട് കാര്യങ്ങൾക്കാണ് സമയം ആയി എന്ന് അറിയേണ്ടത്. ഒന്നേതിനാ നിസ്കാരത്തിന് സമയം ആയി എന്ന് അറിയണം. ബാങ്ക് കൊടുത്തല്ലോ എന്നുള്ള അതിൻ്റെ ഒരു എതിരല്ല. നോമ്പ് തുറക്കാനും ബാങ്കല്ല പ്രധാനമായൊരു മാനദണ്ഡം. പിന്നെന്താ? സമയം ആകല. അതെങ്ങനെ സമയമാവുക? അവനവന്റെ പ്രദേശത്തിനനുസരിച്ച്. നമ്മുടെ നാടുമായി ബന്ധപ്പെടുന്ന ഏറ്റവും അടുത്തുള്ള പ്രദേശമാണ്. അതിൻ്റെ സൂര്യ അസ്തമയവും സൂര്യ ഉദയവും ആപേക്ഷികമായി നമ്മൾ പരിശോധിക്കണം. അങ്ങനെ നോക്കുമ്പോൾ കൊച്ചിയാണ് തൃശ്ശൂർക്കാരുടെ ഏറ്റവും അടുത്ത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കലണ്ടർ മുഴുവൻ നമ്മൾ സംവിധാനിച്ചിട്ടുള്ളത്. ആ കലണ്ടറിൽ നമുക്ക് സമയം ആയി എന്നറിഞ്ഞാൽ നമ്മൾ നോമ്പ് തുറക്കാമെന്ന് നിർബന്ധം. അപ്പുറത്തെ ബാങ്ക് കേട്ടാൽ പള്ളിയിൽ ബാങ്ക് തുറക്കരുത്, നമ്മുടെ പള്ളിയിൽ നിന്നല്ല എന്ന് പറയും. ഈ പള്ളി ആരുടെ? പള്ളി ഭരിക്കുന്ന ഭരണകർത്താക്കളുടെ അല്ലല്ലോ, അള്ളാഹുവിന്റെ ഭവനങ്ങളാണ്. ആ ഭവനങ്ങൾ അള്ളാഹുവിന്റെയും റസൂലിന്റെയും തീരുമാനപ്രകാരം നടപ്പിലാക്കേണ്ടുന്നതാണ്. അതിൽപ്പെട്ട ഒന്നാണ് അദാൻ, ഇതാ നിസ്കരിക്കാനുള്ള സമയം ആയിട്ടുണ്ട് എന്നറിയിക്കുക. ഇഖാമ എന്ന് പറഞ്ഞാൽ എന്താ? ഇതാ നിസ്കരിക്കാൻ തുടങ്ങുകയാണ് എന്നുള്ളത്. ആ രണ്ട് കാര്യങ്ങളും സിയാമിനും ബാധകമാണ്. ഏത്? നോമ്പ് തുറക്കാനുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ സമയം ആവുക എന്നുള്ളത് ആയി കഴിഞ്ഞാൽ അത് ധൃതി കൂട്ടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പുറത്തെ ഭാഗത്ത് കേട്ട് അത് പറ്റൂല എന്ന് പറഞ്ഞിങ്ങനെ എനിക്ക് 2 മിനിറ്റ് സൂക്ഷ്മതയ്ക്ക് വേണ്ടി 2 മിനിറ്റ് ഉണ്ടല്ലോ, സൂക്ഷ്മത അത് നബിചര്യക്ക് വിരുദ്ധമാണ് ഈ ഹദീസ് വെച്ച് നോക്കിയാൽ. പിന്നെ നമ്മുടെ നാട്ടിലേക്കുള്ള സ്ത്രീകൾ, ഞാനാണ് സഹോദരിമാരുടെ കാര്യം പറഞ്ഞത്, ഒരു 1:30 തുടങ്ങിയാൽ പണി
ഏകദേശം 6:30, 6:45, 7 മണി വരെയായിട്ടും കഴിഞ്ഞിട്ടുണ്ടാവൂല. എന്നിട്ട് ആ ബാങ്ക് കൊടുക്കുന്ന നേരത്തെ ആ ബാങ്ക് വിളിക്കുമ്പോൾ ആ സമയത്ത് ഒരു കാരക്കയും ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് നോമ്പ് തുറക്കാൻ പോലും സമയം കിട്ടാതെ ഈ ആഹാരത്തിന്റെ പിന്നാലെ പാഞ്ഞിട്ട് ഈ സന്തോഷം നഷ്ടപ്പെടുത്തി കളയുന്ന ആൾക്കാരുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യസാലു നാസു ബിഖൈരിൻ, മനുഷ്യരൊക്കെ നന്മയിൽ തന്നെ സഞ്ചരിക്കുന്നവരാണ്. മാ അജ്ജലുൽ ഫിത്ർ, അവർ നോമ്പ് തുറക്കാൻ ധൃതി കാണിക്കുന്നിടത്തോളം കാലം. ഒന്നുകൂടി മനസ്സിലാക്കുക, ധൃതി കാണിക്കുന്നതിനിടയിൽ മറന്നു പോകാൻ പാടില്ലാത്തൊരു കാര്യമുണ്ട്. ഏതാ അത്? ദുആ. ഏതാ നോമ്പ് തുറക്കുമ്പോൾ ദുആ? നോമ്പ് തുറക്കുമ്പോൾ ദുആ ഏതാ? ഒരുപാട് ദുആകളുണ്ട്, ഒക്കെ ലൈഫുകളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നു എന്ന് പറഞ്ഞ് ഇമാം അബൂദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തുന്ന 2357 ഹദീസ്, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ല, റഹബല്ലമഉ, ക്ഷീണം പോയി. എന്തുകൊണ്ട്? ദാഹം ശമിച്ചത്, ക്ഷീണം മാറി, വെള്ളം കുടിച്ചത് കൊണ്ടാണ്. വബത്തല്ലത്തിൽ ഉറൂഖ്, രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉണ്ടായിരുന്ന ഞരമ്പുകളൊക്കെ സജീവമായി. വസബതൽ അജ്റു, പ്രതിഫലം ഏകദേശം ഉറപ്പായിട്ടുണ്ട്. ഇൻഷാ അല്ലാഹു, അല്ലാഹു ഉദ്ദേശിച്ചാൽ. കിട്ടിയെന്നല്ല, അല്ലാഹ് ഉദ്ദേശിക്കണം. അതിന്റെ കർമ്മഫലം തീരുമാനിക്കേണ്ടത് നീയത്തിനനുസരിച്ചാണ്. നമ്മൾ പറഞ്ഞില്ലേ, അത്താഴം അതിനൊപ്പം തന്നെ നീയത്ത്. ഇത് എല്ലാ ദിവസവും നോമ്പ് നിൽക്കാമെന്ന് ആദ്യമേ തീരുമാനിച്ചിട്ടുണ്ട്. അതിനു വേണ്ടിയാണ് അത്താഴത്തിൽ ഇനി നബൈത്തു സൗമഗദിൻ എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലേ അത് നീയത്താവുകയുള്ളൂ എന്ന് ധാരണ വേണ്ടതില്ല. അതില്ലെങ്കിലും നീയത്തായി തീരും. എങ്ങനെ? മനസ്സിന്റെ കരുതലാണ്. ഒരാൾ അങ്ങനെയാണ് പറഞ്ഞു, നേരം വെളുത്ത് വൈകുന്നേരം വരെ തുപ്പി നടന്നു, പക്ഷെ വൈകുന്നേരമായിട്ട് ആൾക്ക് കൂലി കൊടുക്കാൻ അള്ളാഹ് തീരുമാനിച്ചിട്ടില്ല എങ്കിൽ ഏത് ലോകത്തിലെ ഖോജ രാജാക്കന്മാർ തലവ് തിന്നാലും പടച്ചോനൊരു കൂലി കൊടുക്കൂല. ഒരാൾക്ക് കൂലി കൊടുക്കാൻ തീരുമാനിച്ചാൽ തടഞ്ഞാൽ ഒരാൾക്കും അത് നഷ്ടപ്പെടാതെ കിട്ടുകയും ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം കാര്യങ്ങളിലൊക്കെ സൂക്ഷ്മത കൈവരിക്കാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. അത് തുടക്കം അത്താഴത്തിലും ഒടുക്കം ഇഫ്താറിലും അവസാനിക്കുമ്പോഴും അതിന്റെ പ്രാർത്ഥനകൾ കൃത്യമായി ചൊല്ലിയും പറഞ്ഞും അള്ളാഹുവിൽ നിന്ന് കുറ്റമറ്റ രൂപത്തിൽ പരിശുദ്ധമായ റമളാനിലെ നോമ്പുകൾ അവനവന്റെ അക്കൗണ്ടിൽ വരവ് ചേർത്തുന്നവരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാമേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.